നമസ്കാരം. നമ്മുടെ മെഗാ സീരിയലുകൾക്ക് വിലക്കേർപ്പെടുത്തുകയാണ് സർക്കാർ. ഈ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ ഇന്ന് നമുക്കൊപ്പമുള്ളത് ടെലിവിഷൻ രംഗത്തെ പൊതുസംഘടന ടെലിവിഷൻ പ്രോഗ്രാം പ്രൊമോഷൻ കൗൺസിലിലെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സന്തോഷ് രാജശേഖരനാണ്. അദ്ദേഹത്തിനോട് ഇത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിക്കാം. ശ്രീ സന്തോഷ് രാജശേഖരൻ സാർ, നമസ്കാരം. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇന്ന് ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്താൻ പോകുന്ന ഈ വിലക്ക്, അത് യഥാർത്ഥത്തിൽ നമ്മുടെ നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ വിവിധ ചാനലുകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സീരിയൽ രംഗത്ത് അല്ലെങ്കിൽ മെഗാ സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തെ ഇത് എത്രത്തോളം ബാധിക്കും? ഈ ഒരു നിയമം വരികയാണെങ്കിൽ അത് എത്രത്തോളം ബാധിക്കും? ഇതാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ഇതിൻ്റെ സംഘടനയുടെ പൊതുസംഘടനയായ ടെലിവിഷൻ പ്രോഗ്രാം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? വളരെ സങ്കടകരമായ ഒരു വാർത്തയാണിത്. ഇന്നത്തെ പ്രിന്റ് മീഡിയകളിലെല്ലാം തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏറ്റവും പ്രധാന വാർത്തയാണ്, മുൻ പേജിലെ വാർത്തയാണ്. സീരിയലുകൾ നിരോധിക്കണം എന്ന് വനിതാ കമ്മീഷൻ. മെഗാ സീരിയലുകൾ നിരോധിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് സീരിയൽ മേഖല എന്ന് പറയുന്നത്. അത് ഈ മെഗാ സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ 20 എപ്പിസോഡ് 30 എപ്പിസോഡാക്കി ക്രമപ്പെടുത്തണം എന്നാണെന്ന് തോന്നുന്നു കമ്മീഷന്റെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സംഭവം പറഞ്ഞിരിക്കുന്നത്, ഇതിന് സെൻസർ ബോർഡില്, അതായത് സീരിയലിന്റെ കഥയും സീരിയലും സെൻസർ ബോർഡിന്റെ തീരുമാനത്തിന് വിധേയമാക്കി അവരുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ റിലീസ് ചെയ്യാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വളരെ എന്നിട്ട് ഇത് അവര് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിരിക്കുന്നത് 13-നും 19-നും ഇടയ്ക്ക് പ്രായമുള്ള 400 പേരിൽ നിന്ന്, തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത്. തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം ഭാഗത്തുള്ള 400 പേരിൽ നിന്ന്, അത് തന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, 13-നും 19-നും ഇടയ്ക്ക് പ്രായമുള്ളവർ. നമ്മുടെ സമയത്തൊക്കെ ആണെങ്കിൽ അപ്പോഴും സീരിയലിൽ അല്ലെങ്കിൽ ടെലിവിഷൻ കാണുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഇന്ന് ഈ പ്രായം എന്ന് പറയുന്നത് മൊബൈൽ നോക്കുന്ന കുട്ടികളുടെ പ്രായമാണ്. ഈ കണക്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ അഭിപ്രായം ഉണ്ടാക്കാനായിട്ട്, അഭിപ്രായ സമന്വയത്തിനായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് 13-19 ഇടയ്ക്കാണ്. ഒരിക്കലും ശാസ്ത്രീയമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ആ റിപ്പോർട്ടുകളിൽ മേൽ വായിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. വനിതാ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ അല്ല. 40 വയസ്സിന് മുകളിലുള്ളവർ സീരിയൽ കാണുന്നവരെ കണ്ടുപിടിച്ചാണോ അഭിപ്രായം ചോദിച്ചിരിക്കുന്നത്, അത് സീരിയൽ എതിർക്കുന്നവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ, അങ്ങനെയൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ മെഗാ സീരിയലുകൾ നിരോധിക്കണമെന്നും ഒപ്പം 30 എപ്പിസോഡ് 20 എപ്പിസോഡ് ആക്കണമെന്നും പിന്നെ അത് കഴിഞ്ഞിട്ടും വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഞാൻ ശ്രീ സന്തോഷ് രാജശേഖരൻ ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ഈ മെഗാ സീരിയലുകളൊക്കെ നിലവാരത്തിലാണോ പോകുന്നത്? അതിൽ പറയുന്ന പോയിന്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് കഥകളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളെ സംബന്ധിച്ച്. കഥകളിൽ ഇപ്പോഴും മോശപ്പെട്ട കഥകൾ, കുടുംബത്തിൽ ഇത് ഒരാളെ അനുകരിച്ചാൽ കുടുംബം തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. കാരണം 2017 മുതലുള്ള ഒരു കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ മതിയോ, കഥകൾ ഇങ്ങനെ മതിയോ, ഇത് സംബന്ധിച്ചും കൂടി ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. കാരണം ഇത് വനിതാ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ സർക്കാർ അതിന്മേൽ തുടർ നടപടികൾക്കായി വേറൊരു കമ്മിറ്റിയെ, എക്സ്പെർട്ട് കമ്മിറ്റിയെ തീരുമാനിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷേ നമ്മൾ ഇത് പറയുമ്പോൾ അതിന്റെ മറുവശം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ശ്രീ പ്രദീപ് പറഞ്ഞതിലേക്കാണ് ഞാൻ വരുന്നത്. സീരിയലുകൾ പഴയ ഒരവസ്ഥയിൽ നിന്ന് സീരിയലുകളുടെ ഘടനയും അതിന്റെ ചെയ്വനയും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, മിക്കവാറും എല്ലാ കഥകളും ഫാമിലിക്ക് നെഗറ്റീവായിട്ടുള്ളതോ സമൂഹത്തിന് നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടോ ഒക്കെയാണ് ഇത് റേറ്റിംഗിൽ കയറുന്നത്. ഈ റേറ്റിംഗ് എന്ന് പറഞ്ഞ കടമ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. പണ്ടത്
സീരിയൽ ക്രൂവിന്റെ മാത്രം കുരിശായിരുന്നുവെങ്കിൽ ഇപ്പൊ സീരിയല് ആ ചാനൽ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് അറിയാൻ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ, ഇപ്പൊ 40 വയസ്സുള്ള അതിനകത്തുള്ള ഒരു ക്യാരക്ടർ അമ്മാവനോ അല്ലെങ്കിൽ ഡ്രൈവറോ അല്ലെങ്കിൽ അധ്യാപകനോ അങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ചാനൽ ഈ ഡയറക്ടറോട് അല്ലെങ്കിൽ ആ സീരിയൽ ക്രൂവിനോട് ആൾക്കാരുടെ ഓപ്ഷൻ ആവശ്യപ്പെടും. അപ്പൊ ഇവർക്ക് 4 or 5 ആൾക്കാരുടെ ഫോട്ടോ വിത്ത് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. അതിനകത്ത് നിന്ന് ചാനലാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് ചാനല് അവരെ ഇങ്ങനെ ഈ പ്രൈവറ്റ് കമ്പനികൾ ചെറിയ കുട്ടികളെ കൊണ്ട്, ചെറുപ്പക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് പോലെ ഇവരിലേക്ക് പ്രഷർ ഇടുകയാണ്. നിങ്ങളുടെ ആ എപ്പിസോഡ് വീഴ്ചയാണ്, ആ എപ്പിസോഡ് ഇനി അത് അങ്ങനെ തുടരാൻ പറ്റില്ല. അപ്പൊ ഇവർ കഷ്ടപ്പെട്ട് ഈ പൈസയെല്ലാം കടം വാങ്ങി മുന്നൊരുക്കത്തോടു കൂടി ചെയ്തു പോകുന്ന സംഗതികൾ നിന്ന് പോകുമോ എന്ന് പേടിച്ച് ചാനൽ പറയുന്നതാണ് അവരുടെ ആപ്തവാക്യം അല്ലെങ്കിൽ അവരുടെ വേദവാക്യം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളും ഒരു ആവറേജിന് താഴെയുള്ള ഒരു ഫാമിലി ഇല്ല, ഒരു അമ്മ ഇല്ല. എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഭയങ്കരമായിട്ടുള്ള സ്വർണ്ണാഭരണ വിഭൂഷിതകളായിട്ട് പട്ടുസാരി ഉടുത്ത് അടുക്കളയിൽ നിൽക്കുന്ന വേലക്കാരിയാണോ അത് ആ നായികയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. ഈ കഥാപാത്രങ്ങളെ ചാനലുകൾ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഈ ക്രൂവിന്, അതായത് ക്രിയേറ്റീവ് ടീമിന് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ഈ സീരിയലുകൾ മൊത്തം തന്നെ ഏകദേശം ഒരേ കഥയാണ് പറയുന്നത്. ആ അവിഹിതവും പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ലീഡ് ചെയ്യുന്നയാൾ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കഥാപാത്രം, അമ്മായി അമ്മയാണെങ്കിൽ മരുമോളെ റെഡിയാക്കുന്നു, ഇങ്ങനെ മൊത്തം നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു കഥാപാത്രം ഒരുപാട് തവണ കല്യാണം കഴിഞ്ഞ് പോകുന്നതും വേറൊരാളുമായിട്ട് താമസിക്കുന്നത്, ഇതെന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? മനസ്സിലായില്ലേ? സീരിയലുകൾ ഇപ്പൊ കമ്മീഷൻ റിപ്പോർട്ടിൽ സീരിയലുകൾ ശ്വാസം മുട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും സീരിയൽ രംഗം ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഘടന, ടെലിവിഷൻ പ്രൊമോഷൻ കൗൺസിലിന്റെ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്.